എന്തൊക്കെ ബഹളമായിരുന്നു. ഷാഫിയുടെ മൂക്കിൻ്റെ പാലമല്ല പൊട്ടിയത്, മഷിക്കുപ്പി, ഏഷ്യൻ പെയിൻറ്റിൻ്റെ കളർ എന്നൊക്കെ പറഞ്ഞ് സൈബർ സഖാക്കൾ പാടിത്തിമിർത്ത സോഷ്യൽ മീഡിയ രംഗങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ യാഥാർത്ഥ്യം തിരിച്ചറിയണം. 8 ദിവസമായി ഷാഫി പറമ്പിൽ എന്ന കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവനേതാവ് ഇപ്പോഴും വീട്ടിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ ആകുന്നില്ല. അസഹ്യമായ വേദന. ആ വേദനയിൽ നിന്നും ഇത്രയും വലിയ ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്ന ഒരു നേതാവിന് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് കേരളത്തിലെ പോലീസ് സംവിധാനം മാറ്റിയിട്ടുണ്ടെങ്കിൽ ആരെയാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുകയാണ്. കാരണം ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് വെറും ഒരു പട്ടാമ്പിക്കാരൻ പയ്യനല്ല. അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിലെ ലോകസഭയിലെ അംഗമാണ്. അതിനപ്പുറം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തങ്ങളാണുള്ളത്. ജയിപ്പിച്ചു വിട്ട ജനങ്ങളോടും അതുപോലെ തന്നെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരോടും അദ്ദേഹത്തിന് ഒരുപാട് കടമകൾ ചെയ്തു തീർക്കാനുണ്ട്. അങ്ങനെ ഒരാളെ അടിച്ച് മൂക്കിൻ്റെ പാലം തകർത്ത് തലയടക്കം പൊട്ടിച്ച് ഒരു വീട്ടിൽ ഒരാഴ്ചക്കധികമായി കിടത്തിയിട്ടുണ്ടെങ്കിൽ ആരെയാണ് സർക്കാർ അറസ്റ്റ് ചെയ്തത്? തേങ്ങ വീണ് മുറിവുണ്ടായതല്ല ഷാഫിക്ക്. അദ്ദേഹത്തിനുണ്ടായിരിക്കുന്നത് ഒരു പോലീസുകാരൻ ആ ലാത്തി കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചതാണ്. മൂക്കിൻ്റെ പാലം പൊട്ടിയതാണ്. ഇത് നമ്മൾ പറയുന്നതല്ല. EP ജയരാജൻ എന്ന CPM നേതാവ് പറഞ്ഞതനുസരിച്ച് മുഴുവൻ സർട്ടിഫിക്കറ്റും അദ്ദേഹമാണ് ഈ മൂക്കിൻ്റെ പാലം പൊട്ടിയതിൻ്റെ ആരോഗ്യവകുപ്പിൽ നിന്നും കൊടുക്കുന്നതിനേക്കാളും നന്നായി കൊടുത്തത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ മൂക്കിൻ്റെ പാലമല്ലേ പൊട്ടിയിട്ടുള്ളൂ, ഇനിയും കളിച്ചാൽ അതിനേക്കാളും വലിയ ദുരന്തമുണ്ടാകുമെന്ന് പറഞ്ഞയാളാണ് EP ജയരാജൻ. അപ്പോൾ മൂക്കിൻ്റെ പാലം പൊട്ടിയെന്നുള്ളത് EP ജയരാജനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സമ്മതിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പോലീസ് സംവിധാനം, ആഭ്യന്തര വകുപ്പ്, റൂറൽ SP പറഞ്ഞു കയ്യിൽ നിന്നും ഞങ്ങൾക്ക് അബദ്ധം പറ്റി, ചില പോലീസുകാർ ചില രീതിയിൽ പ്രവർത്തിച്ചു, ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ ഷാഫിയെ വിളിച്ച് ക്ഷമാപണം നടത്തിയ ഒരു പോലീസുകാരൻ അവിടെ നിൽക്കുമ്പോൾ, ഒരു പോലീസിൻ്റെ മേധാവി അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം ആർക്കെതിരെ കേസെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതേ സ്ഥലത്ത് നിന്ന് സ്ഫോടക വസ്തു എറിഞ്ഞത് UDF പ്രവർത്തകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കേസുണ്ടാക്കി 5 7 UDF നേതാക്കളെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടു. അത് കള്ളക്കേസാണെന്നറിഞ്ഞിട്ടും UDF പ്രവർത്തകർ അതിനോട് സഹകരിച്ചു തന്നെ അത് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി. എന്നിട്ടും ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചത് ആര് എന്നുള്ള ചോദ്യം ഇപ്പോഴും പോലീസ് പുറത്തുവിടുന്നില്ല. മർദ്ദിച്ചത് ഞങ്ങളാണ്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് തെറ്റുപറ്റിയെന്ന് റൂറൽ SP സമ്മതിച്ചിട്ടും ആ തെറ്റ് ചെയ്ത ആളെ സസ്പെൻഡ് ചെയ്യാനോ അദ്ദേഹത്തിനെതിരെ ഒരു കേസെടുക്കാനോ തയ്യാറാകാത്തത് കേരളം അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഈറ്റില്ലമായി മാറി എന്നുള്ളതിൻ്റെ തെളിവാണ്. ഷാഫി പറമ്പിൽ എന്ന നേതാവിന് കൊണ്ടിരിക്കുന്ന അടി അത് കേരളത്തിൻ്റെ സമാധാനത്തിന് ഏൽപ്പിച്ച മുറിവാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും വലിയൊരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പോകേണ്ടി വരും. കാരണം ഷാഫി പറമ്പിലിന് കൊണ്ടിരിക്കുന്ന അടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് സംഭവിച്ച ക്ഷതത്തിന് അപ്പുറത്ത് കേരളത്തിൻ്റെ സമാധാനത്തിന് അന്തരീക്ഷത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ക്ഷതമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് അനുഭവിക്കുന്ന വേദനയോടൊപ്പം തന്നെ കേരളം അനുഭവിക്കുന്ന വേദനയ്ക്കും പിണറായി വിജയൻ ഉത്തരം പറയേണ്ടി വരും എന്ന് മാത്രമല്ല, ജനങ്ങൾ വലിയൊരു തിരുത്തിനെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും നൽകുന്ന സൂചന.